ഹേ ട്രിവ്യൻസ്, ഓണമാകുമ്പോൾ നമ്മുടെ മ്യൂസിയം കനകക്കുന്ന് സൈഡിലെ ലൈറ്റ് ഷോയും പരിപാടികളും കാണാൻ പോയില്ലെങ്കിൽ നമുക്ക് എന്തോണം അല്ലേ. ഞാനും അങ്ങനെ ദേ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ഫാമിലിയുമായിട്ട്. ആദ്യമേ തന്നെ നമ്മുടെ ഡ്രോൺ ഷോ കുറച്ച് നേരം ഇരുന്ന് കണ്ടു. നമ്മുടെ PMG സൈഡിലാണ് വണ്ടി പാർക്ക് ചെയ്ത് കുറച്ച് നടക്കേണ്ടി വന്നു നമ്മുടെ മ്യൂസിയം വരെ. സോ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ സ്റ്റോപ്പിൽ നിന്ന് നമ്മുടെ ഈ ഡ്രോൺ ഷോ കണ്ടുകൊണ്ടിരുന്നു. 9:15 വരെ കാണും എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ ഒരു 9:10 മുമ്പേ അവരെല്ലാം ഫിനിഷ് ആക്കിയായിരുന്നു. ഞങ്ങളും കുറേ പേരും അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു, ഇനിയും കാണും എന്ന് വെച്ചു. ബട്ട് അവർ ഓൾറെഡി നേരത്തെ എല്ലാം റാപ്പപ്പ് ചെയ്തായിരുന്നു. കാറ് നമ്മുടെ PMGയിലെ HP പെട്രോൾ പമ്പിന് മുമ്പോട്ട് ഇട്ടുകൊണ്ട് തന്നെ കുറേ അധികം നടക്കേണ്ടി വന്നു. അങ്ങ് അറ്റം വരെ എത്തിയപ്പോൾ തന്നെ കാല് കഴിച്ചു. കുറേ എക്സ്പെക്റ്റേഷനായിട്ടാണ് നമ്മുടെ മ്യൂസിയം സൈഡ് എത്തിയത്. കാരണം മ്യൂസിയത്തിനകത്ത് നിറയെ ലൈറ്റും നിറയെ സാധനങ്ങളും ഇങ്ങനെ വച്ചിരുന്നായിരുന്നു ലാസ്റ്റ് ടൈം. ബട്ട് ഇത്തവണ ഭയങ്കര കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ വന്ന എല്ലാവർക്കും അത് ഫീൽ ചെയ്തു. ബട്ട് എന്നും പറഞ്ഞ് പരിപാടികൾ നടക്കാതിരുന്നില്ല. പരിപാടികൾ ഓൾറെഡി ഉണ്ടായിരുന്നു, അവിടെ മ്യൂസിയത്തിൽ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു. നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ കപ്പലണ്ടി വിൽക്കാൻ കുറേ ആൾക്കാരുണ്ടായിരുന്നു. സോ ഒരു 2-3 പാക്കറ്റ് മേടിച്ച് അതും കഴിച്ചുകൊണ്ടാണ് ഇങ്ങനെ കനകക്കുന്നിലേക്ക് നടന്നത്. ഇത് കഴിഞ്ഞ് നേരെ കനകക്കുന്നിലേക്ക് പോയി. കനകക്കുന്നിൽ ആസ് എക്സ്പെക്റ്റഡ് എല്ലാം ഉണ്ടായിരുന്നു. പരിപാടികൾ, ഡെക്കറേഷൻസ് എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഇത്തവണ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ മരങ്ങളിൽ തൂക്കിയിട്ടിരിക്കുന്ന ലൈറ്റ്സ് ആയിരുന്നു. കുഞ്ഞു കുഞ്ഞു ലൈറ്റ്സ് ഇങ്ങനെ തൂക്കിയിട്ടിരുന്നതുകൊണ്ട് തന്നെ നമ്മളവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു. എല്ലാവരും ഈ മരത്തിൻ്റെ ബ്രാഞ്ചസിലിരുന്ന് ഫോട്ടോ എടുക്കുകയും പിന്നെ ഈ ലൈറ്റിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ഫുൾ സ്ഥലം ഇങ്ങനെ ചുറ്റി കണ്ടുകൊണ്ടിരുന്നു. കനകക്കുന്നിൽ ഇങ്ങനെ കറങ്ങി നടന്ന് നമ്മുടെ പഞ്ഞി മുട്ടായി വിൽക്കുന്ന ഒരാളെ കണ്ടു. അങ്ങനെ അയാളുടെ നിന്ന് കുറച്ച് സാധനം മേടിച്ചു. എന്നിട്ട് അതും കഴിച്ചുകൊണ്ട് പിന്നെ നടപ്പായി. ഇതെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് ദേ മ്യൂസിയത്തിലേക്ക് പോയി. മ്യൂസിയത്തിനകത്തെ ബെഞ്ചിൽ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്നായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ പിന്നെ വീണ്ടും നടന്നു തുടങ്ങി. എങ്ങനെയൊക്കെ നടന്ന് എത്തിയെന്ന് തന്നെ പറയാം. തിരിച്ചവിടെ എത്തിയതും അങ്ങോട്ട് ഇട്ടിരുന്ന വണ്ടികളെല്ലാം റോഡ് സൈഡിൽ ഫുള്ള് വണ്ടികളായിരുന്നു. എല്ലാം ഓൾമോസ്റ്റ് എടുത്തുകൊണ്ട് പോയായിരുന്നു. ഓൾമോസ്റ്റ് ലൈക്ക് 11 o'clock ഒക്കെ കഴിഞ്ഞായിരുന്നു ഞങ്ങളവിടെ എത്തിയപ്പോൾ. ആൻഡ് ഈ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീടെത്തിയപ്പോൾ 11-11:30 ആയി. സോ അങ്ങനെ ഒരു ഈവനിങ് നല്ലപോലെ സ്പെൻഡായി നമ്മുടെ ഈ ലൈറ്റ് ഷോ കാണാൻ പോയത്. എല്ലാവരും സിറ്റി സൈഡിലുള്ള ലൈറ്റ്സ് കാണാനും പിന്നെ പരിപാടികൾ കാണാനും പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് ഇതോടെ ഞാൻ എൻ്റെ വ്ലോഗ് നിർത്തുവാണ്.